കായംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിലെ പ്രവേശനോത്സവം വിപുലമായി സംഘടിപ്പിച്ചു. പ്രമുഖ മാധ്യമ പ്രവർത്തകനും ദൂരദർശൻ മുൻ വാർത്താ അവതാരകനും സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തകനുമായ CJ വാഹിദ് ചെങ്ങാലപ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം സെന്റ് മേരീസ് ഹൈസ്കൂളിൽ 2025-2026 അധ്യയന വർഷത്തിലെ പ്രവേശനോത്സവം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂൾ PTA പ്രസിഡന്റ് മുഹമ്മദ് അലി ഫാറൂഖ് സഖാഫി അധ്യക്ഷത വഹിച്ചു. ദൃശ്യമാധ്യമ പ്രവർത്തകനും ജീവകാരുണ്യ പ്രവർത്തകനും സാംസ്കാരിക പ്രവർത്തകനും ദൂരദർശൻ മുൻ വാർത്താ അവതാരകനുമായ CJ വാഹിദ് ചെങ്ങാലപ്പള്ളി പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സെന്റ് മേരീസ് എന്ന സ്കൂളിന്റെ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട് ഈ വേദിയിൽ നിന്ന് സംസാരിക്കാൻ കഴിഞ്ഞത് ഒരു വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുകയാണ്. ഒട്ടേറെ പ്രതിഭകളെ വാർത്തെടുത്തിട്ടുള്ള ഒരു കലാലയമാണ് കായംകുളം സെന്റ് മേരീസ്. നേരത്തെ ഇവിടെ HM ഏറെ ബഹുമാനിയായ DT SIC സിസ്റ്റർ ഇവിടെ പറയുകയുണ്ടായി, നിരവധി കുട്ടികൾക്ക് ഈ വർഷവും സ്കോളർഷിപ്പ് ലഭിച്ചു എന്നുള്ള വളരെ നേട്ടം ഇവിടെ വിവരിക്കുകയുണ്ടായി. അങ്ങനെ കഴിഞ്ഞ കുറച്ചു കാലമായി സെന്റ് മേരീസ് സ്കൂള് ഓണാട്ടുകരയുടെ ഒരു അഭിമാന കലാലയമായി നിലനിൽക്കുകയാണ്. ഇത്ര വലിയൊരു കലാലയത്തിൽ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഏറെ ബഹുമാനിയായ HMനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇത്തരം ഒരു വേദിയിൽ എനിക്ക് നിൽക്കാൻ എന്നെ പ്രാപ്തമാക്കിയത് എന്താണ് എന്ന് പറയേണ്ടത് വളരെ അനിവാര്യമാണ്. തിരുവനന്തപുരം ദൂരദർശനിൽ ഏതാണ്ട് 33 വർഷക്കാലം ഒരു വാർത്താ അവതാരകൻ, റിപ്പോർട്ടർ, സ്ക്രിപ്റ്റ് റൈറ്റർ, കമന്റേറ്റർ ഇങ്ങനെ വിവിധ തുറകളിൽ എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചു. കുട്ടിക്കാലത്ത് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു മീഡിയ ആയിരുന്നു റേഡിയോ. റേഡിയോയിൽ അന്ന് പത്മരാജനും വേണുനാഗവള്ളിയും ഒക്കെ അതിലൂടെ ഓരോ പരിപാടികൾ അവതരിപ്പിക്കുമ്പോൾ അതേപോലെ ഒരാളാകണമെന്ന് അന്നേ മനസ്സിൽ കോറിയിട്ടതാണ്. അല്ലെങ്കിൽ വാർത്ത വായിക്കുന്ന രാമചന്ദ്രനും പ്രതാപനും സത്യേന്ദ്രനും ശങ്കരനാരായണനും ഒക്കെ അവരുടേതായ ശൈലിയിൽ വാർത്തകൾ അവതരിപ്പിക്കുമ്പോൾ ഒരു വാർത്താ വായനക്കാരനാകണമെന്ന് ഞാൻ മനസ്സിൽ കൊതിച്ചിട്ടുണ്ട്. പത്രം കിട്ടിയാൽ പലപ്പോഴും രാമചന്ദ്രനും പ്രതാപനും ഒക്കെ വാർത്ത വായിക്കുന്നത് പോലെ വാർത്തകൾ വായിക്കുമായിരുന്നു. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും നഗരസഭാ കൌൺസിലറുമായ K. പുഷ്പദാസ് മുഖ്യപ്രഭാഷണം നടത്തി. പൂർവ്വ വിദ്യാർത്ഥിനിയും എഴുത്തുകാരിയുമായ മായ വാസുദേവ് ആശംസാ പ്രസംഗം നടത്തി. പ്രവേശനോത്സവ ഗാനം സ്കൂൾ കുട്ടികൾ മനോഹരമായി ആലപിച്ചു. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. തകതക തകതക തെയ്യാരോ, തകതക തകതക തെയ്യാരോ. മഴമേഘങ്ങൾ പന്തലൊരുക്കിയ പുതുവർഷത്തിൻ പൂന്തോപ്പിൽ കളിമേളങ്ങൾ വർണ്ണം വിതറിയൊരവധിക്കാലം മായുന്നു. അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി, അക്ഷരമധുരം മഴവില്ലഴകായി ഉത്സവമേളം വരവായി. കുസൃതി വിടർന്ന വിഴിക്കോടുകളിൽ കൗതുകലോകം വരവായി. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിമ്മിയ കഥകൾ പലതും അറിഞ്ഞിടാം. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിമ്മിയ കഥകൾ പലതും അറിഞ്ഞിടാം. സമത്വമുണരും സ്വതന്ത്രഭൂവിൽ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ. സമത്വമുണരും സ്വതന്ത്രഭൂവിൽ ചരിത്രമെഴുതിയ താളുകളിൽ ശാസ്ത്രമൊരുക്കും നവലോകത്തിൽ ശാരിക പാടിയ കവിതകളിൽ. നമുക്ക് മറവിൽ കൊണ്ടുവരുന്ന സ്വപ്നം ചിറകുകൾ നേരിടാം. വേഗതയേറും പുതുപുലരികളിൽ പുതിയ ചരിത്രം വിടരട്ടെ, പുതിയ ചരിത്രം വിടരട്ടെ. വിശ്വപ്രകൃതി പകർന്നൊരു വിസ്മയ വിദ്യകൾ വിത്തുകളായപ്പോൾ കേരള മണ്ണിൽ കതിരൊളി ചിമ്മിയ കഥകൾ പലതും അറിഞ്ഞിടാം. നിരവധി പേർ പങ്കെടുത്തു. CD ന്യൂസ് കായംകുളം.